بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. السلام عليكم ورحمة الله وبركاته. നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയാവതരണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള ഹസീന ടീച്ചറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സഹോദരിമാരെ, ഏകദൈവ വിശ്വാസത്തിനു പുറമെ ഖുർആനിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിരന്തരമായ വിഷയം മനുഷ്യ ജീവിതത്തിന്റെ 2 ഘട്ടങ്ങളെ കുറിച്ചാണ്. ഈ ലോകത്തിലെ ജീവിതവും മരണശേഷം ആരംഭിക്കുന്ന ജീവിതവും. ലൗകിക ജീവിതത്തെ അൽ ദുനിയ, അടുത്തുള്ള അല്ലെങ്കിൽ സാധാരണ ജീവിതം എന്നും, മരണാന്തര ജീവിതത്തെ അൽ ആഖിറ, പിൽക്കാല ജീവിതം അല്ലെങ്കിൽ മരണാന്തര ജീവിതം എന്നും വിളിക്കുന്നു. അവ പരസ്പരം വേർതിരിക്കാനാവാത്ത മനുഷ്യ അസ്തിത്വത്തിന്റെ 2 ഘട്ടങ്ങളെയോ ഡിഗ്രികളെയോ പ്രതിനിധീകരിക്കുന്നു. ഒന്ന് ക്ഷണികവും മാറുന്നതും, മറ്റൊന്ന് ശാശ്വതവും സ്ഥിരവും. ഒന്ന് പ്രവർത്തന മേഖലയെ പ്രതിനിധീകരിക്കുന്നു, മറ്റൊന്ന് ഫലങ്ങളുടെ മണ്ഡലവും. ജീവിതത്തിന്റെ ഈ 2 ഘട്ടങ്ങളെക്കുറിച്ച് അറിയാതെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും അതിൽ നമ്മുടെ പങ്കും മനസ്സിലാക്കുവാൻ കഴിയില്ല. സഹോദരിമാരെ, ഇന്ന് തലക്കെട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പരലോക ജീവിതത്തിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അൽ ആഖിറ, മരണാന്തരം എല്ലാ മനുഷ്യരും അനുഭവിക്കുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മരണാന്തര ജീവിതത്തെയാണ് അൽ ആഖിറ സൂചിപ്പിക്കുന്നത്. ന്യായവിധി നാളിലെ അവരുടെ സൽക്കർമ്മങ്ങളുടെയും പാപങ്ങളുടെയും ഭാരം അനുസരിച്ച് ഓരോ ആത്മാവും ഒന്നുകിൽ സ്വർഗത്തിലോ നരകത്തിലോ നിത്യജീവിതം നയിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. തങ്ങളുടെ ജീവിതം ധർമ്മനിഷ്ഠയോടെയും അള്ളാഹുവിനെ ആരാധിച്ചും ചെലവഴിച്ച ആളുകൾക്ക് സ്വർഗത്തിൽ എന്നേക്കും ജീവിക്കാനാകും. അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിതം ചിലവഴിച്ച ആളുകൾ നിത്യത മുഴുവൻ നരകത്തിൽ ചെലവഴിക്കും. ആരൊക്കെ സ്വർഗത്തിലോ നരകത്തിലോ പോകണമെന്ന് വിധിക്കേണ്ടത് അള്ളാഹുവാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ. വിഷയാവതരണത്തിനായി ഹസീന ടീച്ചറെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. أعوذ بالله من الشيطان الرجيم. وما الحياة بل تؤثرون الحياة الدنيا والآخرة خير وأبقى. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഓർക്കുന്ന ഒരു സദസ്സിൽ നമുക്ക് ഒന്നിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളെ വിഷയം പരലോകം. പരലോകം എന്ന് പറയുമ്പോൾ നമ്മളെ വിശ്വാസ കാര്യങ്ങളിൽ നമുക്ക് നിർബന്ധമായും വിശ്വസിക്കേണ്ട ഒരു വിശ്വാസമാണല്ലേ പരലോക വിശ്വാസം എന്നുള്ളത്. നമ്മളെ ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഏറ്റവും അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണിത് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും ഈ ദുനിയാവിലേക്ക് സൃഷ്ടിച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളുടെ ഈ ഒരു ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അള്ളാഹു മനുഷ്യരെ ഈ ദുനിയാവിൽ സൃഷ്ടിച്ച് ആ മനുഷ്യർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സത്യത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ദുനിയാവിലെ നമ്മുടെ ഈ ജീവിതം അതെന്തിനു വേണ്ടിയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ഒരിക്കലും ഈ ദുനിയാവിലെ ജീവിതത്തില് സുഖസന്തോഷത്തോടെ കഴിഞ്ഞുകൂടുക എന്നുള്ളതല്ല. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്ന ഒരു സ്ഥലമേ അല്ല. ഈ ദുനിയാവിൽ ഒരുപാട് ആവശ്യങ്ങൾ അല്ലാഹു നമുക്ക് പൂർത്തിയാക്കി തരും. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നത് നാളെ പരലോകത്ത് സ്വർഗത്തിലാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് പരലോകത്തില് സ്വർഗം കരസ്ഥമാക്കുക, അല്ലെ, സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോ ഈ ദുനിയാവില് നമുക്ക് അല്ലാഹു തആല പലതരത്തിലുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്, അല്ലെ, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കാനുള്ള അനുവാദം അല്ലാഹു തആല നൽകി തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ലാഹു തആല ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്. ചിന്തിച്ചു നോക്ക്, നമുക്ക് എന്തിനു വേണ്ടിയാണ് ഈ ഒരു ഏർപ്പാടുകളൊക്കെ അല്ലാഹു തആല ചെയ്തു തന്നിട്ടുള്ളത്? ഇതെല്ലാം നമുക്ക് ചെയ്തത് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാനുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അവിടേക്ക് നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ. നമ്മൾ മാതാവിന്റെ ഗർഭാശയത്തിലായിരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് സംവിധാനങ്ങൾ അല്ലാഹു തആല നമുക്ക് ഏർപ്പാടാക്കി തരുന്നുണ്ട് അല്ലെ. അവിടെ നിന്ന് നമുക്ക് അള്ളാഹു നൽകി തരുന്ന, അള്ളാഹു സംവിധാനിച്ചു തരുന്ന ആ ഏർപ്പാടുകൾ, ആ സംവിധാനങ്ങൾ, അല്ലെ, അതിന്റെയൊക്കെ ആവശ്യം നമുക്ക് എവിടെയാണ്? മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു കാലിന്റെ ആവശ്യമുണ്ടോ? കുഞ്ഞ് അവിടെ നിന്ന് നടക്കുന്നുണ്ടോ, ഓടുന്നുണ്ടോ? ചിന്തിച്ചു നോക്കൂ, അല്ലെ. അവിടെ കണ്ണിന്റെ ആവശ്യം എന്താ? കൈയിന്റെ ആവശ്യം എന്താ? ഓരോ ശരീരത്തിലെ അവയവങ്ങളും നിങ്ങളൊന്ന് എടുത്തു നോക്ക്, ചിന്തിച്ചു നോക്ക്. അവിടെ നമുക്ക് അതിന്റെ ആവശ്യങ്ങളില്ല അല്ലെ. നേരെ മറിച്ച് നമ്മൾ ഈ ദുനിയാവിലേക്ക് പിറന്നു വീഴുന്ന ആ സന്ദർഭത്തില് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമുക്ക് ആവശ്യമായി വരികയാണ് അല്ലെ. ഗർഭാശയത്തില് നമ്മളെ ജീവൻ നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊക്കിൾ കൊടിയിലൂടെ മാതാവിലേക്ക് ഒരു കണക്ഷൻ കൊടുത്ത് നമുക്ക് വേണ്ട, അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ചെയ്തു തരുന്നുണ്ട്. അതിന് പുറമെയാണ് നമ്മളെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും അല്ലാഹു തആല അവിടെ വെച്ച് രൂപപ്പെടുത്തുന്നത്. ആ അവയവങ്ങൾ തീർച്ചയായും നമുക്ക് ആവശ്യം അവിടെയല്ല, നമ്മളെ മറ്റൊരു ലോകത്തേക്ക്, അല്ലെ, മറ്റൊരു ലോകത്തേക്ക് അല്ലാഹു തആല പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ നമുക്ക് ഘട്ടം ഘട്ടമായി ഓരോ അവയവങ്ങളും നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വരും. ഈ ഗർഭാശയത്തിൽ വെച്ച് രൂപാന്തരപ്പെടുന്ന ആ കുഞ്ഞിന് അവിടെ നിന്ന് കാലുകൾ നൽകപ്പെട്ടില്ല എങ്കിൽ പിന്നീട് അവൻ ഭൂമിയിലേക്ക് വരുമ്പോ, അല്ലെ, ഒരു വൈകല്യമുള്ള ഒരാളായിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു ന്യൂനതയുള്ള, ഒരു പോരായ്മയുള്ള, അല്ലെ, ഒരു കുട്ടിയായിട്ടായിരിക്കും അത് ജനിക്കുന്നുണ്ടാകുക. അവിടെ നിന്ന് കിട്ടാത്തത് പിന്നീട് എന്തായാലും അത് ആ ഒരു ഒറിജിനാലിറ്റിയോട് കൂടി നമുക്കത് ലഭിക്കൂല അല്ലെ. നമുക്കത് കഴിയൂല, ഉണ്ടാക്കാൻ കഴിയൂല, ഒരിക്കലും കഴിയൂല. അതേപോലെ തന്നെ നമ്മളെ റബ്ബ് നമ്മളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന, നമുക്ക് എന്തെല്ലാമാണ് നാളത്തെ നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനുള്ള ആ ലോകത്ത് ആവശ്യമായിട്ടുള്ളത്, ആ കാര്യങ്ങളെല്ലാം ആ കാര്യങ്ങൾ നമുക്ക് നേടാനുള്ള ഒരു ഇടമായിട്ടാണ് അല്ലാഹു തആല ഈ ഭൂമി
അല്ലെ? ഇത് നമുക്ക് സെറ്റാക്കി തന്നിട്ടുള്ളത്. നമ്മളെ ശരീരത്തിലെ അവയവങ്ങൾ നമുക്ക് ഗർഭാശയത്തിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ടെങ്കിൽ നാളത്തേക്കുള്ള ആ ലോകത്തേക്ക് വേണ്ട സെറ്റപ്പ് ഒക്കെ നമ്മൾ ഉണ്ടാക്കണം. അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും അള്ളാഹു തആല ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അറിയാ റേഞ്ച് ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോ ഒരു മിനിറ്റ്. അപ്പോ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാനുള്ള ആ സ്വർഗലോകത്തേക്ക് അവിടേക്ക് നമ്മൾ എത്തണം അല്ലെ? നമ്മളെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് തന്നെ എന്താണ്? അത് സ്വർഗമാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. നിങ്ങൾ ഐഹിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു, എന്നാൽ പരലോകമാകുന്നു ഏറ്റവും ഉത്തമവും നിലനിൽക്കുന്നതും. മനുഷ്യന്റെ പരമപ്രധാനമായ ലക്ഷ്യം അത് ആഖിറം നേടാന്നുള്ളതാണ് അല്ലെ? അത് നഷ്ടപ്പെട്ടാലോ? ആ ലക്ഷ്യം നഷ്ടപ്പെട്ടാലോ? പിന്നെ അതായത് ആഖിറത്തിലെ ആ വിജയം, ആ സ്വർഗം എന്നുള്ളത് ലഭിക്കാതെ പോയാല് പിന്നെ മനുഷ്യൻ എന്താണ് ആഗ്രഹിക്കാന്നറിയോ? അവിടെ വെച്ചിട്ട് മനുഷ്യൻ വിചാരിക്കും, യാ ലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായെങ്കിൽ നന്നായേനെ. എപ്പോഴാന്നറിയോ ഇത് ആഗ്രഹിക്ക? അവിടെ വെച്ച് നമ്മൾ ഈ ദുനിയാവിലെ മൃഗങ്ങൾ ഉണ്ടല്ലോ, ജീവജാലങ്ങൾ, അവയൊക്കെ അല്ലാഹു തആല അവിടെ വെച്ച് മണ്ണാക്കുന്നു പറയുന്നുണ്ട്. അവർക്ക് എന്തില്ല? വിചാരണ ഒന്നുമില്ല അല്ലെ? അപ്പോ ഈ നമ്മളിവിടെ അല്ലെ, പല ജീവജാലങ്ങളെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? ഓരോന്നിനെയും, ആനനെയും കുതിരനെയും പല ജാതി ജീവികൾ നമ്മൾ കാണുന്നുണ്ട്. ഇവയൊക്കെയും നമ്മൾ അത്ഭുതത്തോടെ ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിലും ആ ലോകത്ത് നമുക്ക് കാണാം, അവിടെ എത്തിയാല് അവയൊക്കെ മണ്ണായി തീരും. അവരോടൊക്കെ പറയൂലേ, കൂനു തുറാബ, നിങ്ങൾ മണ്ണായിക്കോ. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല അല്ലെ? മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനെ അള്ളാഹു മണ്ണാകാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു തആല സൃഷ്ടിച്ചത്, ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊരാൾ നമ്മുടെ ഈമാനും നമ്മുടെ അമല സ്വാലിഹാത്തുകളും നന്നാക്കിയോ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് അവനെ ആനയിക്കും. നേരെ മറിച്ച് ഒരാൾ ഈമാനും അമല സ്വാലിഹാത്തുകളും നന്നാക്കിയില്ലെങ്കിലോ അവന്റെ സങ്കേതം അത് നരകമായിരിക്കും. നമ്മൾ എന്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മളെ അല്ലാഹു തആല ഭൂമിയിലേക്കാണ് അയച്ചത് അല്ലെ? ഈ ഭൂമി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സത്യത്തില് ഒരു പരീക്ഷാ ഹാളാന്ന് പറയുന്നത്. ഒരു പരീക്ഷാ ഹാളിലേക്കാണ് അല്ലാഹു തആല നമ്മൾ അയച്ചിട്ടുള്ളത്. പരീക്ഷാ ഹാളിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ക്ലാസ് റൂമും ഒരു പരീക്ഷാ ഹാളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. നമ്മൾ ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു ടീച്ചർ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ എന്തേലും തെറ്റായിട്ട് പറയോ ചെയ്യോ ചെയ്തപ്പോ, ഒരു മാത്സ് ഒരു ടീച്ചർ ഒരു വർക്ക് നമ്മളെ ക്ലാസ്സിൽ തന്നിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തെറ്റിച്ചാൽ ടീച്ചർ എന്താക്കും? നമ്മളെ ഒന്ന് അടിക്കും അല്ലെ? അത് ശരിയായിട്ടില്ല, ശരിയാക്ക്, ഇതെന്താ എഴുതി വെച്ചിന് അല്ലെ? 5+5 = 55 എന്ന് ഒരാള് 55 എഴുതി വെച്ചാൽ ടീച്ചർ അപ്പടെ അടിക്കൂ അല്ലെ? അത് ശരിയായിട്ടില്ല, അത് ശരിയാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ തിരുത്തും ക്ലാസ് റൂമിൽ. നേരെ മറിച്ച് പരീക്ഷ ഹാളിലാണെങ്കിലോ, പരീക്ഷ ഹാളിൽ ഈ 5+5 = 10
എന്ന് പഠിപ്പിച്ച ടീച്ചർ നമ്മളെ മാത്സിന്റെ പരീക്ഷ നടക്കുന്ന സമയത്ത് പരീക്ഷ ഹാളിൽ ടീച്ചർ എക്സാം ഡ്യൂട്ടി ആയിട്ട് ടീച്ചർ വന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ പരീക്ഷക്ക് എഴുതുന്ന 5+5 = 55. അന്നേരം ടീച്ചർ അവിടെ നിന്ന് നമ്മളെ അടിക്കുമോ? പരീക്ഷ ഹാളിൽ ടീച്ചർ ഇപ്പൊ അതിലിങ്ങനെ പോയി നടക്കുമ്പോ ടീച്ചർ നമ്മളെ പേപ്പറിലേക്ക് ഇങ്ങനെ നോക്കുന്നു, ഈ കുട്ടി എന്താ എഴുതി വെക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കൂ അല്ലെ? അവിടെ വെച്ച് എന്തില്ല, ഒരു തിരുത്തലുകളോ ഒന്നുമില്ല. നമുക്ക് അവിടെ ആ പരീക്ഷ ഹാളില് ആ എക്സാം പേപ്പറിൽ നമുക്ക് വേണമെങ്കിൽ എന്തും എഴുതാം അല്ലെ? എന്തും എഴുതാം, എന്ത് എഴുതി വെച്ചാലും പ്രശ്നമില്ല. കഥ വേണമെങ്കിൽ കഥ എഴുതാം. അവിടെ വെച്ച് നമുക്ക് എന്തില്ല, ഒരു തിരുത്തലുകളോ ശാസനകളോ ശിക്ഷകളോ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മളെ പരീക്ഷാ പേപ്പർ നമുക്ക്, നമ്മളെ പെന്ന് അല്ലെ, നമ്മളെ സമയം, നമുക്ക് എന്ത് വേണമെങ്കിലും ആ 2 മണിക്കൂറിനുള്ളിൽ എന്ത് വേണമെങ്കിലും അതിൽ എഴുതി വെക്കാം. പക്ഷേ അതിൽ നമ്മൾ എന്താണോ എഴുതി പിടിപ്പിച്ചത് അല്ലെ, എന്താണോ എഴുതി വെച്ചത് അതിനനുസരിച്ചാണ് നമ്മളെ റിസൾട്ട് വരാം. എപ്പോഴാ നമ്മൾ കുടുങ്ങല്? ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു കുടുങ്ങലും ഉണ്ടാവില്ല. പക്ഷെ റിസൾട്ട് വരുമ്പോ നമുക്കറിയാം അല്ലെ, ആരൊക്കെ വിജയിച്ച് ആരൊക്കെ പരാജയപ്പെട്ട്, ആരൊക്കെ വിജയിച്ചവരുടെ ലിസ്റ്റിലുണ്ട്, ആരൊക്കെ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റിലുണ്ട്, ആരൊക്കെ 1ാം സ്ഥാനത്തെത്തി, ആരൊക്കെ ലാസ്റ്റ് പിന്നെ ആയിപ്പോയി എന്നൊക്കെ അറിയണമെങ്കിൽ എപ്പോഴാന്നറിയാം? അത് റിസൾട്ട് വരുമ്പോ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. അപ്പോ എന്തും എഴുതാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ എന്താക്കാൻ പാടില്ല, നമ്മളെ ലക്ഷ്യം ഉണ്ടല്ലേ. നമ്മൾ പരീക്ഷ എഴുതുമ്പോ ഈ ഭൂമിയാകുന്ന ഈ പരീക്ഷ ഹാളില് പരീക്ഷ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഒരു ലക്ഷ്യമുണ്ട്. പരീക്ഷയിൽ വിജയിക്കണം, ഉന്നതമായ വിജയം നേടണം, ഏറ്റവും ടോപ്പിലാകണം അല്ലെ, ഏറ്റവും ഉന്നതമായ മാർക്ക് നേടിയ ടോപ്പേഴ്സിന്റെ ലിസ്റ്റിൽ വരണം. നമ്മളെ ഈ ദുനിയാവിലെ ഏത് പരീക്ഷ എഴുതുമ്പോഴും നമ്മളെ മനസ്സിലെ ആഗ്രഹം എന്താ? നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് എന്താ? നല്ലൊരു വിജയം അല്ലെ? എപ്പോഴും അങ്ങനെയല്ലേ? ഒന്നും പഠിക്കാണ്ട് പരീക്ഷ എഴുതിയാലും വിചാരിക്കും ഫുൾ മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടണം എന്ന് തന്നെ ആഗ്രഹിക്കുക. അങ്ങനെ കിട്ടോ? നമ്മൾ ഈ ദുനിയാവിൽ തന്നെ നമ്മൾ ഒരുപാട് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മളെ പരിശ്രമം എത്രത്തോളം അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ അതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെ, അതിന്റെ ചിന്തയും പ്രവർത്തനങ്ങളും അതിനോട് സംയോജിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും നമുക്ക് വിജയം ഈ ദുനിയാവിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ദുനിയാവിലെ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരും ഒരു മാർക്ക് കുറഞ്ഞു പോയാൽ അയ്യോ എന്റെ ശ്രദ്ധ അല്ലെ, അശ്രദ്ധ കൊണ്ട് ചിലപ്പോ നമുക്ക് തെറ്റ് സംഭവിക്കുന്നുണ്ട്. ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടി വായിച്ചിരുന്നെങ്കിൽ നന്നായേനെ അല്ലെ, ഒന്നുകൂടി ആ പാഠഭാഗങ്ങൾ ടീച്ചർ പറഞ്ഞപ്പോ ഒന്നുകൂടി കേട്ട് ക്ലാസ് നോട്ട്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ വല്ലാതെ വിലപിക്കാറുണ്ട്. ആ വിലാപം ഇവിടെ നമുക്ക് വീണ്ടും ഒന്നുകൂടി നന്നാക്കാൻ, നെക്സ്റ്റ് പരീക്ഷയിൽ കുറച്ചും കൂടി ബെറ്റർ ആകാൻ നമുക്ക് അവസരങ്ങളുണ്ട്, സമയമുണ്ട്. പക്ഷേ നമ്മളെ ഈ ഭൂമിയിലെ ഈ പരീക്ഷാ ഹാളിലെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഈ പരീക്ഷയിലെ റിസൾട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ ഒരു റീടെസ്റ്റിനോ അല്ലെ, ഒരു റിവാലുവേഷനോ ഒന്നിനും സമയമില്ല, ഒന്നിനും ഒരു അവസരമില്ല. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പരലോകം. നമ്മളെ ലക്ഷ്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നിരന്തരം പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരുന്നത്. ഓരോ അല്ലെ ജനതകള് വഴിതെറ്റിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയും അപ്പോഴൊക്കെയും ഓരോ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് അല്ലെ പരിശുദ്ധ ഖുർആനിലൂടെയും നമുക്ക് ഒരുപാട് ഉണർത്തലുകൾ അല്ലാഹു തആല തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഈ ദുനിയാവിലെ ജീവിതത്തെ നിസ്സാരമാക്കിക്കൊണ്ട് പരലോകത്തെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.
അള്ളാഹു തആല പറയുന്നു, ഖുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. പറയുക, ഇഹലോകത്തെ സുഖാനുഭവം അത് വളരെ തുച്ഛമായതാണ്, പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരം. അതുപോലെ അല്ലാഹു തആല പറഞ്ഞു, വഅലമൂ വഅലമൂ, നിങ്ങൾ അറിയുക, വഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുവുൻ വതഫാഖുറുൻ വതകാസുറുൻ. എന്താണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്? ഒരു കളി തമാശകൾ, വിനോദങ്ങളാണ്, പരസ്പരം പെരുമ നടിക്കലും പെരുപ്പം കാണിക്കലൊക്കെയാണ്. അറിയുക അല്ലെ, പരലോകമാണ് ശാശ്വത ഭവനം. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഈ ദുനിയാവിന്റെ കളികളിലും തമാശകളിലും പെട്ടുപോയിരിക്കുകയാണ് അല്ലെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ വെയിലത്ത്, നല്ല പൊരി വെയിലത്ത് പോലും ഗ്രൗണ്ടുകളിൽ കളിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ കുട്ടികൾ കളിക്കുമ്പോ ഇല്ലേ, അവർക്ക് വെയിലൊരു പ്രശ്നമില്ല, ചൂടൊരു പ്രശ്നമില്ല, ഒന്നും ഒരു പ്രശ്നമില്ല. അവര് വീഴുന്നുണ്ടാവും, കാല് പൊട്ടുന്നുണ്ടാകും, അപ്പോഴും എഴുന്നേറ്റ്. നേരെ മറിച്ച് നമ്മള് അവരെയും കൂട്ടി എന്തെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും ഒന്ന് പോകുമ്പോ അവര് പറയും, ഓ വെയില് നടക്കാൻ പറ്റുന്നില്ല, വണ്ടി ഓട്ടോ പിടിക്കില്ലേ, വണ്ടി പിടിക്ക്, ഓ അങ്ങനെ കുറെ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കും അല്ലെ. നേരെ മറിച്ച് അവര് കളിക്കുമ്പോഴോ, സുബ്ഹാനല്ലാഹ്, അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഈ ദുനിയാവ് എന്ന് പറയുന്നത് ചിലർക്ക് കളിയാണ്, തമാശയാണ്. അതിന്റെ അതായത് ഇപ്പൊ ഈ കളിക്കുന്ന കുട്ടികളില്ലേ, അവർക്ക് പിന്നെ വേറെ ചിന്ത ഒന്നും ഉണ്ടാവില്ല. അവർ കളിക്കുമ്പോ ആ കളിയിലാ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലെ. അവർക്ക് വേറെ ചിന്തിക്കാൻ ഒന്നുമില്ല. വീട്ടിലേക്ക് അരി മേടിക്കണമെന്നോ ഇല്ലേ, ഇറച്ചി മേടിക്കണമെന്നോ, വീട്ടില് പണിയുണ്ടെന്നോ, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട അല്ലെ. ആ അവരുടെ കളിക്കുന്നുണ്ടാവും. നമുക്ക് കാണാല്ലേ, നമ്മളെ വീട്ടിൽ തന്നെ, നമ്മളെ വീട്ടിലെ കുട്ടികൾ, ചില കുട്ടികൾ ഇപ്പം വീണ് കാലൊടിഞ്ഞിട്ട് ചിലപ്പം നേരം വെളുത്ത് എണീച്ചപ്പോ പിന്നെ പറയും, ഉമ്മ എനിക്ക് വയ്യ ഉമ്മ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, എനിക്ക് കാല് ഭയങ്കര വേദന എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുവേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അല്ലെ, ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും, സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ കുട്ടി പറയും, ഇപ്പൊ വേദന കുറച്ച് കുറവുണ്ട്, എന്തേലും കാരണോ? കളിക്കാൻ പോണം കുട്ടിക്ക്, ഫുട്ബോളോ ക്രിക്കറ്റോ അങ്ങനൊക്കെ കളിക്കുന്നത്. ഇപ്പൊ അതും കുറവാ അല്ലെ. ഇപ്പൊ എല്ലാരും മൊബൈലിൽ കുത്തിയിരുന്ന് അങ്ങനെ. അള്ളാ മക്കളെ കളിക്കാൻ വിടണം കേട്ടാ. ഇവിടെ കളിക്കാൻ വിടാതിരിക്കാനല്ല ഈ ഉദാഹരണം പറയുന്നത്. നമ്മൾ ഈ ദുനിയാവ് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഈ ദുനിയാവ് ഒരു കളി തമാശകൾ വിനോദമാണെന്ന് അള്ളാഹു തആല പറഞ്ഞു. അതിനോടൊരു ഉപമ പറയുന്നതാ. അപ്പൊ ആ കുട്ടിക്ക് പിന്നെ അവിടെ ഈ വൈകുന്നേരം ആകുമ്പത്തേക്ക് കളിക്കാൻ പോണം. അപ്പൊ എന്താ പറയാ വെച്ചാല്, ഇപ്പൊ കുറച്ച് കുറവുണ്ട്, ഞാനൊന്ന് നോക്കാൻ പോന്നേനെ ഉമ്മ, കളിക്കുന്നതൊന്ന് നോക്കാൻ പോന്നു എന്നിട്ട് മെല്ലെ പോയില്ലേ. എന്നിട്ട് പിന്നെ മെല്ലെ പറയും, ഞാൻ ഗോളി നിക്കാം, പിന്നെ ഫുൾ കളിയായിരിക്കും. അവർക്ക് പിന്നെ ആ വേദനയോ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഈ ദുനിയാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ദുനിയാവില് മതിമറന്നു പോകുമ്പോ പിന്നെ പരലോകത്തിന്റെ കാര്യത്തിൽ എന്തുണ്ടാവില്ല, പരലോകത്തിന്റെ കാര്യം ചിന്ത ഉണ്ടാവില്ല. മരിക്കേണ്ടവരാണെന്നുള്ള ബോധം ഉണ്ടാവില്ല. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം ഉണ്ട് എന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടാവില്ല. അങ്ങനെ അങ്ങനെ ദുനിയാവില് മതിമറന്നു പോകുന്ന ഒരവസ്ഥ. വല്ലാതെ ഈ ദുനിയാവില് മതിമറക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. നമ്മളെ പരലോകത്തെ മറപ്പിച്ചു കളയുന്ന ഈ ദുനിയാവിന്റെ വഞ്ചനയിൽ അള്ളാഹു പെടുത്താതെ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ, ഒരാളുടെ കയ്യില് ഒരുപാട് പണം ഉണ്ടായാല്, ഒരുപാട് സമ്പത്ത് ഉണ്ടായാല് അയാൾ എന്താ ചെയ്യാ? നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണ് ശരിക്കും? നമ്മൾ ഇന്ന് ദുനിയാവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാഴ്ചകൾ അല്ലെ. ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളുള്ള ആളുകൾ ചെയ്യുന്ന ഇതെന്താ? മെയിൻ ആയിട്ട് എന്താ ചെയ്യാന്നറിയോ? വീട് ഇങ്ങനെ ഓൾട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. വീടിന് കുറെ അറ്റകുറ്റപ്പണികൾ, വലിയ നല്ല ഇരുനില കെട്ടിടമായിരിക്കും, നല്ല കോൺക്രീറ്റ് ചെയ്ത നല്ല വീടായിരിക്കും. പക്ഷെ കുറെ പൈസ ഉണ്ടാവുമ്പോ
അയാൾക്ക് തോന്നും എന്റെ വീടിന്റെ ഫാഷൻ ഇപ്പൊ ഔട്ടായിനില്ലേ, ആ ഭാഗം പൊളിച്ചിട്ട് ഇങ്ങനെ ആക്കണം, ഈ ഭാഗം പൊളിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം, സിറ്റ് ഔട്ട് ഇങ്ങപ്പുറത്തേക്ക് ആക്കണം, മറ്റേ അടുക്കള മറ്റേ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പൈസ അതിന്റെ മേലെ തീർക്കും അല്ലേ. പൈസ ഉണ്ടാവുമ്പോ പിന്നെ അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെ ആയിരിക്കും, പക്ഷെ അതിനേക്കാളും നല്ല ഒരു വണ്ടി മേടിക്കണം. ഇങ്ങനെ ദുനിയാവിന്റെ നമുക്ക് ഇവിടെ ജീവിക്കാന് ഒരു കിടന്നുറങ്ങാനില്ലേ ഒരു എന്താ വെയിലും മഴയും ഏൽക്കാതെ മറ്റ് ക്ഷുദ്രജീവികളുടെ ഉപദ്രവങ്ങളൊന്നും ഏൽക്കാതെ കിടന്നുറങ്ങാൻ ഒരു സ്ഥലം പോരെ. ഇത് നമ്മളെ വാടക വീടാന്നല്ലേ. ഈ ദുനിയാവിലെ വീടെന്ന് പറയുന്നത് നമ്മളെ സ്വന്തം വീടല്ല. ഇത് നമ്മൾ ഇട്ടേച്ച് പോകേണ്ടതാണ്. ഈ വാടക വീടിന് എന്തിനാ ഇത്രപാട് പൈസ ചെലവാക്കുന്നേ? നമുക്കുള്ള യഥാർത്ഥ വീടിന്റെ പണി എവിടെ നടക്കുന്നുണ്ട്? നമുക്കുള്ള സ്വർഗത്തിലേക്ക് അല്ലാഹു തആല തയ്യാറാക്കുന്നുണ്ട്. അവിടുത്തെ മലക്കുകൾ പണിയില്ലാതെ വെറുതെ കിടക്കുന്നുണ്ട്. നമ്മളുള്ള പണി തേച്ചിട്ട് ഇവിടെ കൊടുക്കുന്നേ അല്ലെ. അവിടെ മലക്കുകൾക്ക് നമ്മൾ പണി കൊടുക്ക്. അതല്ലേ നമ്മൾ വേണ്ടത്. നമ്മളെ ആഖിറം എന്ന ആ ഒരു ലക്ഷ്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതിനാ ഖുർആനിലേക്ക് നമ്മൾ നോക്കാൻ പറഞ്ഞു. ഖുർആനിലേക്ക് അല്ലാഹു തആല നോക്കാൻ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനില് ഒരുപാട് സ്ഥലങ്ങളില് സ്വർഗത്തിന്റെ പരസ്യം കൊടുത്തിട്ടുണ്ട് ല്ലേ. നമ്മള് പരസ്യങ്ങളിൽ വീണു പോകുന്നവരല്ലേ. നമ്മൾ ഈ ദുനിയാവിലെ ഓഫറുകളിലും പരസ്യങ്ങളിലും വീണു പോകുന്നവരാണ് നമ്മൾ പലപ്പോഴും അല്ലെ. ഒരു പരസ്യം നമ്മൾ കാണുമ്പോൾ അതിൽ പെട്ടുപോകുന്നവരാ. എന്നാൽ അല്ലാഹു തആല നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കിയാട്ടെ, എത്ര എത്ര പരസ്യങ്ങളാ പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെ കുറിച്ച് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നമ്മളെ കൊതിപ്പിക്കും. എത്ര എത്ര അല്ലെ. വബശ്ശിരില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. വിശ്വാസവും സൽക്കർമ്മങ്ങളും ഈമാനും അമലു സ്വാലിഹാത്തുകളും ഉള്ളവർക്ക് ഇതാ സ്വർഗം 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 ഇങ്ങനെ അല്ലെ. സ്വർഗത്തിലൊരു വീടുണ്ട്, സ്വർഗത്തില് മണിമാളിക ഉണ്ട്, കൊട്ടാര സമാനമാണ് അവിടെ അല്ലെ. അവിടത്തെ കല്ലുകള് സ്വർണവും വെള്ളിയുമാണ്, അതിലെ സിമന്റ് എന്താണ് കുങ്കുമം അല്ലെ. അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കുതിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് വാ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് ഇങ്ങനെ സ്വർഗത്തെ കുറിച്ച് വിവരിക്കുമ്പോ ഇല്ലേ, അവരിൽ ഇങ്ങനെ സാധുക്കളായ ചില ആൾക്കാരില്ലേ ചോദിക്കും പോലും, നബിയെ അവിടെ കുതിര ഉണ്ടാകോ? അവർക്ക് കുതിര ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഒരു കുതിരനെ കിട്ടാന്ന് പറയുന്നത് വലിയ കാര്യമായിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ വലിയ ബെൻസ് എന്തായാലും ഇത്രയും വലിയ വണ്ടി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന പോലെ അന്നത്തെ സാധാരണക്കാര് നല്ല മുന്തിയനും കുതിരകള് ഒട്ടകങ്ങളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവര് ചോദിക്കും അത്രേ റസൂലുള്ളാഹിനോട്, അവിടെ കുതിര ഉണ്ടാകോ? ഓ പിന്നെന്താ അല്ലെ. കുതിര എന്ന് വെച്ചാൽ സാധാരണ കുതിരയൊന്നല്ല. സ്വർഗത്തിലെ കുതിര എന്ന് പറഞ്ഞാൽ പറക്കുന്ന കുതിരയാന്നല്ലേ. നല്ല ചിറകുകളുള്ള മുത്തുകളും രത്നങ്ങളൊക്കെ പതിച്ച് ആ കുതിരപ്പുറത്തൊക്കെ നമുക്ക് ഇങ്ങനെ പറക്കണ്ടേ. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ നമ്മൾ കൊതിപ്പിക്കുന്നില്ലേ അള്ളാഹു. അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ അല്ലെ. ആരാ ആഗ്രഹിക്കാത്തെ? എല്ലാരും ആഗ്രഹിക്കുന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ മറന്നു പോകുന്നതാ, നമ്മളെ മറപ്പിക്കുന്നതാ. ഒരു ശൈത്താനുണ്ടല്ലോ, ഒരു പിശാചുണ്ട്. അവന്റെ വലയത്തിൽ പെടുത്തിയിട്ട് നമ്മളെ ഈ ആഖിറത്തിലെ നമുക്ക് ചെന്ന് ചേരാനുള്ള ഈ സ്വർഗീയ ആരാമങ്ങളെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് നമ്മളെ മറപ്പിച്ച് ഈ ദുനിയാവ് എന്നെ സ്വർഗം എന്ന നിലക്കേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ അല്ലെ. കുതിര, ഒട്ടകം, സ്വർഗത്തിന്റെ വാതിൽ എന്ന് പറയുന്നല്ലേ എന്തൊരു വിശാലമായതാന്ന് പറയുന്നത്. ആ വാതിൽ ആരാ തുറക്ക? സുബ്ഹാനല്ലാഹ്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കണ്ടപ്പോ അവിടെ ബിലാൽ റളിയല്ലാഹുവിന്റെ കാലടികൾ മുന്നിൽ കണ്ടു അല്ലെ, മുന്നിൽ കേട്ടു എന്ന് പറയുന്നുണ്ട് അല്ലെ. അള്ളാഹുന്റെ റസൂലിനെ കാട്ടിയും അവിടെ അവിടൊക്കെ ഈ ബിലാൽ റളിയല്ലാഹു അൻഹു എങ്ങനെയാ എങ്ങനെയാ അദ്ദേഹം ഈ സ്വർഗത്തില് ഇത്രയും ഒരു ഉന്നതമായ ദർജയിലേക്ക് എത്തിപ്പെട്ടത്? അദ്ദേഹത്തിന്റെ നിറം കൊണ്ടാണോ? അദ്ദേഹത്തിന്റെ കുലം കൊണ്ടാണോ? തറവാട് മഹിമ കൊണ്ടാണോ? സമ്പത്ത് കൊണ്ടാണോ? ഒന്നുമല്ല അല്ലെ. ഈമാൻ, ഹൃദയത്തിൽ ഉറച്ച ഈമാൻ, യഥാർത്ഥ യഥാർത്ഥ മുസ്ലിം ആയതിന്റെ പേരില്, അള്ളാഹുവിനോടുള്ള അനുസരണ കാരണത്താല്
അങ്ങനെയാണ് അവര് അവിടെ എത്തിപ്പെട്ടത്. അല്ലാതെ ഒരിക്കലും നല്ലൊരു പാപ്പാന്റെ മോനായത് കൊണ്ടോ, നല്ലൊരു തറവാട്ടിൽ പിറന്നവനായത് കൊണ്ടോ, നല്ലൊരു ഗോത്രത്തിന്റെ ആളായത് കൊണ്ടോ ഒന്നും അല്ല അല്ലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവിടെ മഹത്വപ്പെടുത്തിയത്. എന്താ? ആ അള്ളാഹുവിലുള്ള ഏകത്വം അംഗീകരിച്ചു കൊണ്ടുള്ള ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ വിശ്വാസം, സുന്നത്തുകൾ പാലിക്കുന്നതിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെയാണ് നമ്മളെ നാളത്തേക്കുള്ള വിഭവങ്ങൾ അല്ലെ? നമ്മുടെ പരലോക വിഭവങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മള് അള്ളാഹു പറഞ്ഞ ഈ സ്വർഗത്തിലെ ഈ കുതിരപ്പുറത്ത്, പറക്കുന്ന കുതിരപ്പുറത്ത്, ചിറകുകളുള്ള ആ കുതിരപ്പുറത്ത് നല്ല മിനുമിനുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, അലങ്കാരം പൂർണ്ണമായിക്കൊണ്ട് ആ കുതിരപ്പുറത്ത് ഇങ്ങനെ പറന്നുല്ലസിക്കണമെങ്കിൽ, ആ കൊട്ടാര സമാനമായ വീടുകളില് നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇവിടന്നേ പണിയെടുക്കണം. അതിനാണ് ഈ ദുനിയാവ്. നമ്മൾ മറന്നു പോകരുത്. ദുനിയാവിന്റെ പളപളപ്പിൽ നമ്മൾ ഒന്നും അല്ലെ, നമ്മൾ എപ്പോഴും സ്വർഗത്തിൽ കാണുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലേ, ജന്നാത്തും തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ. ശരിക്കും ഈ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഈ അരുവികളും ഒക്കെ നമ്മളിങ്ങനെ കാണുന്ന ഒരു കാഴ്ചയാണ് അല്ലെ. സത്യത്തില് ഈ ദുനിയാവിൽ തന്നെ നമുക്കറിയാം, ഈ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള റിസോർട്ടുകളും കാര്യങ്ങളും അവരൊക്കെ ഭയങ്കര റേറ്റാന്ന് പറയും. വ്യൂ ഇല്ലെ, വ്യൂ, ഈ പിന്നെ സീ വ്യൂ അങ്ങനെല്ലാം പറഞ്ഞിട്ട് ഓരോ റെസ്റ്റോറന്റിനെല്ലാം ഭയങ്കര, അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല പൈസയാണ്. എന്താ ഈ കടലിലെ തിരകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെ ശരിക്കും ഭയങ്കര ഒരു സുബ്ഹാനല്ലാഹ്. ഈ ദുനിയാവിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര, മനുഷ്യന്മാർ പോലും അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെ. പുഴന്റെ നടുവില്, പുഴയോട് ചേർന്നിട്ട്, കടലിന്റെ അടുത്ത്, അങ്ങനെയൊക്കെ ഈ വലിയ വലിയ ഓരോ റിസോർട്ടുകളും കാര്യങ്ങളും സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം. അതിനൊക്കെ ഭയങ്കര റേറ്റാ. അത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് ആൾക്കാർ അവിടെ ചെന്നിട്ട് ഈ ഒരു സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നത് എന്താ, അത് മനുഷ്യന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അല്ലെ. എന്നാ അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അല്ലാഹു തആല നമ്മളെ കൊതിപ്പിക്കുന്നത്. അപ്പോ അതൊക്കെ നമുക്ക് അല്ലാഹു തആല സ്വർഗത്തിലാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു സ്വർഗത്തോപ്പുകൾ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല അവിടെ വിരുന്ന് സൽക്കാരം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അങ്ങനെയുള്ളതാണ്. പക്ഷെ അതിന്റെ അല്ലെ ഒരു സാദൃശ്യം പോലെ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. അതുപോലെ പറയപ്പെടുന്ന ഈ സ്വർഗത്തിലെ നദികളെ പറഞ്ഞില്ലേ, നമ്മളീ ഭൂമിയിലുള്ള നദികൾ പോലെയൊന്നും അല്ല അല്ലെ. ഇവിടത്തെ നദികളെ ഫുൾ പിന്നെ എന്താ പറയാ, കടലും ഇതൊക്കെ എന്ന് വെച്ചാല് മാലിന്യങ്ങൾ കൊണ്ടു തള്ളി അതിനെ ആകെ മലീമസമാക്കി കളഞ്ഞല്ലേ. പക്ഷെ അവിടെ തേനും പാലും ഒക്കെ ഒഴുകുന്ന അരുവികളാണല്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ അതിന്റെ തീരങ്ങളില് മരതകത്താലുള്ള വൃക്ഷങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിന്റെ ശാഖകൾ തമ്മിൽ ഇങ്ങനെ ഉരസുമ്പോ നല്ല സംഗീതാത്മകമായ ശബ്ദങ്ങൾ കേട്ടിട്ട് അതിൽ ഇങ്ങനെ ആസ്വദിച്ച് കഴിയാൻ കഴിയുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ആസ്വാദനങ്ങളൊക്കെ, ഈ സംഗീതം എന്ന് പറയുന്നില്ലേ സ്വർഗത്തില്, അത് വലിയൊരു ആസ്വാദനം എന്നാ പറയുന്നത് സ്വർഗത്തില്. ഇപ്പൊ ഇവിടെ നമുക്ക് കള്ള് പെണ്ണ് എല്ലാം നമുക്ക് ഹറാമാണ്, അതുപോലെ മ്യൂസിക്കും. പക്ഷെ അവിടെ അവിടെ അതൊക്കെ നമുക്ക് ഹലാലായ രീതിയിൽ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ മ്യൂസിക്കിന്റെ കാര്യം തന്നെ പറയുന്നത്, ഈ ദുനിയാവില് ഈ ദുനിയാവില് അത് ഒഴിവാക്കിയവർക്ക് അവിടെ വെച്ച് ഈ പറഞ്ഞ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആ ആസ്വാദനം, ആ സംഗീതത്തിന്റെ ആസ്വാദനം അനുഭവിക്കാൻ കഴിയുമെന്നാ പറയുന്നത്. ഇവിടത്തെ മ്യൂസിക് എന്ന് പറയുന്നത് പിശാചിൻ്റെതാണ്, പിശാചിൽ നിന്നുള്ളതാണ്. അവന്റെ ആസ്വാദനം,
അവന്റെ ആസ്വാദനം. അവന്റെ ആസ്വാദനമാണ് ഈ മ്യൂസിക്കും മറ്റു പല കാര്യങ്ങളും. അതൊക്കെ നമ്മൾ ഇവിടെ ഒഴിവാക്കണം. എത്ര പറഞ്ഞാലും നമുക്ക് അല്ലെ അത് പിന്നെ എന്താ പറയാ, ഇന്ന് പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോ പോലും സുബ്ഹാനല്ലാഹ് അല്ലെ, അങ്ങനെ നമ്മളിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോ പോലും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് സെറ്റ് ചെയ്തിട്ട് അല്ലെ, നല്ലൊരു ഉപദേശം ആരെങ്കിലും പറയാം, അതിന്റെ ബാക്കിൽ മ്യൂസിക് ഒഴിവാക്കിയേ. അതിൽ പ്രഭാഷണം ഉണ്ടെങ്കിലും നമ്മൾ ആ മ്യൂസിക് ഉണ്ടെങ്കിൽ അത് കേൾക്കണ്ട. കാരണം നമുക്ക് ഒരു ഹറാമിയത്തും നമ്മളിൽ വന്നിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് നാളത്തെ നമ്മളെ പരലോക ജീവിതത്തിലെ സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളായിരിക്കും. എന്തിനാ അതിനെ നഷ്ടപ്പെടുത്തുന്നത്? നമ്മുടെ ഈ ദുനിയാവിലെ ലക്ഷ്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അല്ലാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെ ഉണർത്തുന്നുണ്ട്. യാ ഖൗം ഇന്നമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ മതാഅ വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ജനങ്ങളെ, ഈ ഐഹിക ജീവിതം അതൊരു താൽക്കാലിക വിഭവം മാത്രമാണ്. തീർച്ചയായും പരലോകം തന്നെയാണ് സ്ഥിരവാസത്തിനുള്ള ഭവനം, ദാറുൽ ഖറാർ. നമ്മൾ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് മറന്ന് വഞ്ചനയിൽ പെട്ടുപോകാൻ പാടില്ല. സ്ഥിരതാമസത്തിന്റെ ആ സ്ഥലം അല്ലെ, സമാധാനത്തിന്റെ ഭവനം, അതിനാണ് നമ്മൾ ഓരോരുത്തരും മുൻഗണന നൽകേണ്ടത്. അവിടെ സൗഭാഗ്യം ലഭിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ആർക്കാ സ്വർഗം അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്? ഒരുപാട് നമ്മൾക്കറിയാലേ, മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവർക്കാ വേണ്ടി അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേർന്നാൽ നമുക്ക് അവിടെ വെച്ച് അല്ലെ, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയൊക്കെ നമുക്ക് അവിടെ കിട്ടും. എല്ലാരെയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണണ്ടേ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ, അലി റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഒക്കെ നമുക്ക് കാണണ്ടേ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണണ്ടേ? നമുക്ക് സുമയ്യ റളിയല്ലാഹു അൻഹയെ കാണണ്ടേ? ആയിഷ റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ ബീവിയെയും ഖദീജ റളിയല്ലാഹു അൻഹയെ ഒക്കെ കാണണ്ടേ? നമുക്ക് ആസിയ ബീവിനെ കാണണ്ടേ? നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ എത്തിക്കട്ടെ. ആമീൻ. അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ, അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ. പിന്നെന്താ നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കാത്തത്? ആഗ്രഹിച്ചാൽ മാത്രം കിട്ടോ? പ്രാർത്ഥിച്ചാൽ മാത്രം കിട്ടോ? ഒരിക്കലും കിട്ടൂല. ആഗ്രഹവും പ്രാർത്ഥനയും ഉള്ളതോടൊപ്പം നല്ല പരിശ്രമം, കഠിനമായ പരിശ്രമം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഈ ദുനിയാവിന്റെ കളിതമാശകളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹ്വുൻ വലഇബുൻ വഇന്നദ് ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. അല്ലാഹു തആല പറയുന്നു, ഈ ജീവിതം ഇത് വെറും വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമില്ല. പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം. അതവര് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഖിലൂൻ. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നിരന്തരം നമ്മളെ ഉണർത്തുന്നതാ, ചോദിക്കുന്നതാ. കാരണം നമ്മളൊരു പരീക്ഷാ ഹാളിലാന്നുള്ളത്. ഏറ്റവും നന്നായിട്ട് പരീക്ഷ എഴുതണം, ചിന്തിച്ച് ആലോചിച്ച് കൃത്യമായി അല്ലെ ചോദ്യങ്ങൾ മനസ്സിലാക്കി തന്നെ ഉത്തരങ്ങൾ എഴുതാൻ പരിശ്രമിക്കണം. തെറ്റിപ്പോകാൻ പാടില്ല. നമ്മളെ ലക്ഷ്യം മറന്നു പോകാൻ പാടില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് അത് ഖൈർ അല്ലെ, ഖൈറുൽ ലില്ലദീന യത്തഖൂൻ
അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? അല്ലാഹു തആല ചോദിക്കുന്നല്ലേ. സൂക്ഷ്മത. നമുക്കറിയാലോ എന്താണ് തഖ്വ. തഖ്വ എന്താണ്? ഒരുപാട് നമ്മൾ കേട്ടതാ, അറിഞ്ഞതാ, പഠിച്ചതാ. അത് പ്രാക്ടീസ് ചെയ്യണം നമ്മളെ ജീവിതത്തിൽ. ഓരോ സെക്കൻഡുകളും, നമ്മുടെ ഓരോ കാലടികളും മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് ഞാൻ എന്തിനു വേണ്ടിയാ എന്റെ ഈ കാലടി മുന്നോട്ട് വെക്കുന്നത്? നാളത്തെ എന്റെ പരലോക ജീവിതത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണോ ഞാൻ എന്റെ ഈ കാൽപാദം മുന്നോട്ട് വെക്കുന്നത്? നമ്മളെ ചിന്തകൾ എപ്പോഴും നമ്മളെ മുന്നിൽ ഉണ്ടാകണം എന്ത് കാര്യം പ്രവർത്തിക്കുമ്പോഴും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലെ, അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ. പാരത്രിക ജീവിതമല്ലാതെ ജീവിതമില്ല. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗീയവാസികള് സ്വർഗത്തിലും നരകവാസികൾ നരകത്തിലുമായി കഴിഞ്ഞാൽ മരണത്തെ കൊണ്ടുവരും. നമുക്കറിയാലേ, അവിടെ അതിനിടയിൽ വെച്ചിട്ട് അതിനെ അറുക്കും. പിന്നീട് ഒരാൾ വിളിച്ചു പറയും, സ്വർഗീയവാസികളെ ഇനി മരണമില്ല, നരകവാസികളെ ഇനി മരണമില്ല. അപ്പൊ സ്വർഗീയവാസികൾക്ക് സന്തോഷത്തിന് മേൽ സന്തോഷം വർദ്ധിക്കും അല്ലെ. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാല് പിന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരൂല. സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാരും എത്തിക്കട്ടെ അല്ലെ, ആമീൻ. എന്നാലോ നരകവാസികൾക്ക് അവിടെ ദുഃഖത്തിന് മേൽ അവരുടെ ദുഃഖം വർദ്ധിക്കുകയും ചെയ്യും. ഈ ദുനിയാവിലെ പലതിലും നമ്മൾ പെട്ടുപോവുകയെന്ന് അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഈ പരലോകത്തെ മറന്നു പോകുന്നത്. അങ്ങനെ ആകാൻ പാടില്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ സ്വർഗം അത് കരസ്ഥമാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഈമാനും അമലു സാലിഹാത്തുക്കളും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തില്, മക്കാ കാലഘട്ടത്തിലെ 13 വർഷക്കാലം ദാവ ചെയ്യുമ്പോ അവിടെ അവരെ ശരിയാക്കിയത് ഏതെന്നറിയോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാനും പരലോക വിശ്വാസമായിരുന്നു. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ആ തൗഹീദും പരലോക വിശ്വാസമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ പ്രതിപാദ്യ വിഷയമായിട്ടുണ്ടായിരുന്നത്. നിസ്കാരം, നോമ്പ്, സക്കാത്തൊക്കെ പിന്നീടാണ് നിർബന്ധാക്കിയത്. നമ്മളെല്ലാരും ഇത് മനസ്സിലാക്കണം, അതിന്റെ ഗൗരവം അല്ലെ. പല ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരല്ലാഹിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ ഇന്നത് ചെയ്തു കൊള്ളട്ടെ, അല്ലെ അവൻ ഇന്നത് ചെയ്തു കൊള്ളട്ടെ എന്ന രീതിയിൽ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം, അതാണല്ലോ പരലോക വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ മക്കള് ഒന്നും നമ്മളെ അശ്രദ്ധമാക്കി കളയുന്ന ഒരവസ്ഥയിലേക്ക് ആകാൻ പാടില്ല. അള്ളാഹു മക്കളെ തന്ന്, സമ്പത്ത് നൽകി, സൗകര്യങ്ങൾ തന്ന്, ഇതൊന്നും പരലോകത്തെ മറക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഓരോരുത്തരും അള്ളാഹു താല പറയാൻ, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു താല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. എന്താണ് അള്ളാഹു താല പറയുന്നത്? ഹേ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ടോ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ഓരോരുത്തരും ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളട്ടെ. നോക്കിക്കോ, നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തന്നെ നോക്കിക്കോ. അവളെന്ത് സമ്പാദിച്ചു, അവനെന്ത് സമ്പാദിച്ചു നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മളെ വീടിന്റെ പണി എന്തായി? ഇപ്പോ സ്വർഗത്തിലെ തറ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടാ ഉള്ളത്. അതിന്റെ മേലെ ഒരു കല്ല് വെച്ചാ, കെട്ടിപ്പൊക്കിയ എത്ര നിലകളായി? ഇപ്പൊ ഒരു പ്രവാസിയായ ഒരാളുടെ
ഒരവസ്ഥ പറയാം. ഒരാള് ഗൾഫിൽ പോന്നു, കല്യാണം എല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം ഉണ്ട്. അങ്ങനെ അയാളെ ലക്ഷ്യം എന്ന് വെച്ചാൽ നാട്ടിൽ നല്ല സ്വന്തമായിട്ട് ഒരു വീട്. അപ്പൊ ഇങ്ങനെ അതിനു വേണ്ടി പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ വീട് പണിയെടുക്കുമ്പോ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ മക്കളും ഭാര്യയെല്ലാം ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ, ഞാൻ എന്റെ വീട് അത്ര ഇത്ര. അയാളെ മനസ്സ് നിറച്ചും എന്താ ഉണ്ടാകുക, നാട്ടില് വീട് പണിയെല്ലാം തീർന്ന് ആ വീട്ടിൽ വരണം, ആ വീട്ടിലെത്തിയിട്ട് ആ വീട്ടിൽ കൂടണം, അവിടെ ഇനി ഭാര്യന്റെയും മക്കളെയും കൂടെ നല്ല സുഖത്തിൽ ജീവിക്കണം, ഇങ്ങനെയൊന്നല്ലേ ആഗ്രഹം ഉണ്ടാകുക. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കും അല്ലെ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അയാൾ പിന്നെ എന്താ പറയാ, മണലാരണ്യത്തിൽ അങ്ങനെ പറയാ വളരെയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അല്ലെ, ഓവർ ടൈം എടുത്ത് അങ്ങനെ പണിയെടുത്തിട്ട് അയാൾ പൈസ അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഒരു പ്രവാസിയാന്നല്ലേ. നമ്മളിവിടെ വന്നത് നമ്മള് നാളത്തെ നമ്മളെ അവിടെ കൊട്ടാരങ്ങൾ പണിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഓരോ മുഅ്മിനും ഓരോ വിശ്വാസിയും അങ്ങേയറ്റം ആഗ്രഹിക്കും പോലും അവിടെ എത്താൻ, ആ സ്വർഗത്തിലെത്താൻ, അതൊന്ന് കാണാൻ. ഓരോ ഇല്ലേ നമ്മൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച ആ ഭവനങ്ങൾ എങ്ങനെയായിരിക്കും, എത്രമാത്രം സുന്ദരമായിരിക്കും. അതിലെ കട്ടിലുകള്, സോഫകള് ല്ലേ, ഓരോന്നിങ്ങനെ അള്ളാഹു തആല നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊതിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ സമ്പാദിച്ചിട്ടുള്ളത്, അതാ അള്ളാഹു ഇവിടെ പറയുന്നത്. വൽ തൻദുർ, നീ നോക്ക്, നോക്കിക്കൊള്ളട്ടെ. മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു തആല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഈ ഒരു ആയത്തിന്റെ വിശദീകരണം പറയുമ്പോ പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു, നിങ്ങൾ ഓരോരുത്തരും യഥാർത്ഥമായ വിചാരണക്ക് വിധേയമാകുന്നതിന് മുമ്പ് നിങ്ങളെ സ്വയം വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് അല്ലെ. അന്ന് നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? അന്ത്യനാളിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് എന്ത് സൽക്കർമ്മങ്ങളാ നമ്മുടെ കൂടെയുള്ളത്? എല്ലാം അനന്തരാവകാശികൾക്ക് ഇവിടെ വിട്ടേച്ചു പോയിരിക്കുകയാണോ? നമ്മളെ രക്ഷപ്പെടുത്താൻ ഉതകുന്ന, നമ്മളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ടോ നമ്മളെ കൂടെ? ഒരുപാട് ദാനധർമ്മങ്ങളുണ്ടോ നമ്മളെ കൂടെ? ഒരുപാട് സക്കാത്തുകളുണ്ടോ? നോമ്പുണ്ടോ? ഹജ്ജുണ്ടോ? നിസ്കാരമുണ്ടോ? ഖുർആൻ പാരായണുണ്ടോ? നന്മ കൽപ്പിച്ചതുണ്ടോ? തിന്മ വിരോധിച്ചതുണ്ടോ? ഉണ്ടോ? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അതല്ല നേരെ മറിച്ച് നമ്മളെ നരകത്തിലേക്ക് ഇട്ട് കരിച്ചു കളയുന്ന തിന്മകളാണോ നമ്മളെ കൂടെ ഉള്ളത്? അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഓരോരുത്തരും ചിന്തിക്കണം. നമ്മളെ നഷ്ടക്കാരിൽപ്പെടുത്തുന്ന വാക്കുകളാണോ നമ്മുടെ നാവിലൂടെ ഉരുവിടാറുള്ളത്? നമ്മുടെ കർമ്മങ്ങളായി വരുന്നത് നമുക്ക് നാളെ നഷ്ടം വരുത്തുന്നതാണോ? നമ്മളെ സമ്പത്ത് നമുക്കെതിരായി നാളെ നിൽക്കുന്ന രീതിയിലാണോ നമ്മളിവിടെ വിനിയോഗിച്ചത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, മനസ്സിലാക്കണം. എന്തിലൂടെയൊക്കെയാണ് നമുക്ക് ഉപദ്രവവും ഉപകാരവും ലഭിക്കുക എന്നുള്ളത്. അത് ഇവിടെയല്ല കേട്ടോ, പരലോകത്ത്. നമ്മളെപ്പോഴും നമ്മളെ കൺമുമ്പിൽ പരലോകത്തെ നിർത്തണം. അത് നമ്മളെ ഹൃദയത്തിന്റെ ഖിബലയാക്കി വെക്കണം എന്ന് പറയുന്നു. അവിടെ നമ്മൾ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. അപ്പോ അതിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുപാട് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവും. അതിനുള്ള പരിശ്രമം അല്ലെ, അതിനുള്ള പരിശ്രമം നമ്മൾ ഇങ്ങനെ ഓടണം. അള്ളാഹുവിലേക്കാണ് നമ്മൾ ഓടേണ്ടത്. ഫഫിറൂ ഇലല്ലാഹ് അല്ലെ, അള്ളാഹുവിലേക്ക് നമ്മൾ ഓടുമ്പോ ഉണ്ടല്ലോ,
നമ്മളെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളൊന്നും നമുക്ക് ഒരു പ്രയാസമാകൂല. അതൊക്കെ നമുക്ക് തട്ടി നീക്കി റബ്ബിലേക്ക് നമുക്ക് ഓടിയെടുക്കാൻ സാധിക്കും. നമ്മളെ ലക്ഷ്യം നന്നായാല് നമ്മളെ വഴി അള്ളാഹു തആല എളുപ്പമാക്കി തരും. തീർച്ചയായും നമ്മളെ ലക്ഷ്യമാണ് അവിടെ നന്നാകേണ്ടത്. നമ്മുടെ അമലുകളിലേക്ക് തന്നെ നമ്മൾ നോക്കണം. പലരും നമ്മൾ ചിന്തിക്കുന്നത് ഈ ദുനിയാവിൽ എന്താ നമ്മൾ സമ്പാദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലെ. പക്ഷെ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച ആളുകൾ ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കൂല എന്ന് പറയുന്നു. അവൻ പറയും, എന്റെ ഭാവി ഞാൻ സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അങ്ങനെ അവൻ ധനം ശേഖരിക്കുകയും സമ്പാദിക്കുകയും ചെയ്യും. നമ്മള് ധനം ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ധനം സമ്പാദിക്കും. പക്ഷെ അത് ചിലപ്പോ അത് നീങ്ങിപ്പോകും അല്ലെ, വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരും. അതിന്റെ ഉപകാരം നമുക്ക് ഒരിക്കലും ചിലപ്പോൾ അനുഭവിക്കാൻ തന്നെ കഴിഞ്ഞെന്ന് വരൂല. നേരെ മറിച്ച് ആ ധനം വിനിയോഗിച്ചത് പരലോകത്തിന് വേണ്ടിയാണെങ്കിലോ അത് മാത്രമാണ് നമുക്ക് ബാക്കിയാകുന്നത്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഇവിടെ അല്ലാഹു തആല ദുനിയാവിന് വേണ്ടി എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടേയില്ല. നേരെ മറിച്ച് എന്താ പറഞ്ഞത്? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. പരലോകത്തിന് വേണ്ടി എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നോക്കിക്കൊള്ളട്ടെ. ഇന്ന് ദുനിയാവിൽ കച്ചവടം ചെയ്യുന്ന ഒരാള് രാത്രി കിടക്കുന്നതിന് മുമ്പ് അവരുടെ കണക്കുകൾ നോക്കൂ അല്ലെ. അന്നത്തെ വരവെത്ര ചെലവെത്ര എല്ലാം നോക്കി കൃത്യമായി എഴുതി വെച്ചിട്ട് അയാൾ ഉറങ്ങും. കാരണം എന്താ വെച്ചാല് നാളെ രാവിലെ പിന്നെയും കച്ചവടം ചെയ്യണമെങ്കിൽ ഈ കണക്ക് കൃത്യാകണം അല്ലെ. കച്ചവടക്കാരന് അത് കൃത്യമായാലേ അയാൾക്ക് ശരിയാകും. എന്നാൽ പരലോകത്തിന് വേണ്ടിയുള്ള കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതൽ കണക്ക് നോക്കേണ്ടതെന്ന് പറയുന്നു. കാരണം ദുനിയാവിന് വേണ്ടിയിട്ടുള്ള ഈ തുച്ഛമായ കച്ചവടത്തെക്കാൾ വമ്പിച്ച കച്ചവടമാണ് എന്ത്? പരലോകത്തേക്ക് വേണ്ടിയുള്ള കച്ചവടം. ഏറ്റവും ലാഭകരമായ കച്ചവടം അല്ലെ, അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക. അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ രഹസ്യമായും പരസ്യമായും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക അല്ലെ. അൻഫഖു മിമ്മാ റസഖനാകും സിർറൻ വഅലാനിയതൻ തിജാറത്തൻ ലൻ തബൂർ എന്നല്ലേ പറഞ്ഞ. ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാളേക്ക് വേണ്ടി പെട്ടെന്ന് സംഭവിക്കും. അത് ശാശ്വതമായിരിക്കും. ആ ഒരു പരലോക ജീവിതത്തിലേക്ക് വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ കുറ്റവും കുറവുകളും വിടവുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോഴാണ് നമുക്കത് നികത്താൻ സാധിക്കുക. അത് പരിഹരിക്കാൻ നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കുക. ഈ ദുനിയാവിന്റെ നശ്വരതയും പരലോകത്തിന്റെ അനശ്വരതയും നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അനശ്വരമായ ആ പരലോക ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അൽ കൈസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് അല്ലെ. വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്. സ്വന്തത്തെ കീഴ്പ്പെടുത്തിയവനും മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവനാണ് ബുദ്ധിമാൻ. നമ്മൾ ഓരോരുത്തരും ബുദ്ധിമാന്മാരിലാണോ ദുർബലിലാണോ പെട്ടിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അല്ലെ. സ്വന്തത്തെ അതിന്റെ ഇച്ഛക്കനുസരിച്ച് ചലിപ്പിക്കുകയും അള്ളാഹുവിന്റെ പേരിൽ വ്യാമോഹം വെച്ച് പുലർത്തുകയും ചെയ്തവനാണ് ദുർബലൻ. അതായത് എല്ലാം ചെയ്യും, എല്ലാം സ്വന്തം ഇഷ്ടത്തിന് ചെയ്യും. എന്നിട്ട് വിചാരിക്കും എനിക്കത് കിട്ടും. കിട്ടൂല അല്ലെ. നമ്മളെ മോഹങ്ങൾക്കും
ഇച്ഛകൾക്കും അനുസരിച്ച് അതിന്റെ പിന്നാലെ പോയാല് നമുക്കൊരിക്കലും രക്ഷ കിട്ടൂല. നമ്മൾ നേരത്തെ കേട്ട ഒരു നായയുടെ കഥ പോലെ ആയിരിക്കും അല്ലെ. നായക്ക് പേര് മാറ്റണം എന്ന് വലിയ ആഗ്രഹം. അങ്ങനെ കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞല്ലേ, എനിക്ക് എന്റെ പേര് മാറ്റണം, അതത്ര ഒരു ശരിയില്ല. അപ്പോ കാട്ടിലെ രാജാവായ സിംഹം പറഞ്ഞ്, ഞാൻ നിനക്കൊരു ഇറച്ചി കഷ്ണം തരാം, അത് നിന്റെ കയ്യിൽ വെക്കണം, അത് നീ തിന്നാൻ പാടില്ല, എത്ര വിശന്നാലും തിന്നാൻ പാടില്ല, നാളെ നിനക്കത് തിരിച്ചു കൊണ്ടു തരണം, അങ്ങനെയാണെങ്കിൽ എന്റെ പേര് മാറ്റിയിട്ട് തരാന്ന് പറഞ്ഞല്ലേ. ആ നായ അവിടെ എത്തി. ഒരു ഇറച്ചി കഷ്ണമായി, എന്റെ പേര് മാറ്റി കിട്ടിയാൽ മതി എന്നേനും അതിന്റെ ആഗ്രഹം. പക്ഷേ ഇതിന് വിശപ്പ് തുടങ്ങി. അപ്പൊ പിന്നെ ഈ കൺമുമ്പിലുള്ള ഇത് ഇറച്ചി കഷ്ണം അവിടെ വെച്ച് നിൽക്കാൻ അതിന് മനസ്സ് വരുന്നേ ഇല്ല. കുറെ സമയം വെയിറ്റ് ചെയ്ത്, പിന്നെ എന്താക്കി, അത് കഴിച്ചില്ലേ മതി, എന്റെ പേര് മാറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെ. പിന്നെ അത് രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞു പോയില്ല എന്നാ പറഞ്ഞു. ഇതുപോലെ നമ്മളെ അവസ്ഥ ഈ ദുനിയാവിന്റെ. നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളെ ഇച്ഛകളെ, നമ്മളെ ദേഹേച്ഛകളെ, നമ്മളെ ശരീരത്തിന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ദിവസത്തെ ഭയപ്പെടുകയും സ്വന്തം നഫ്സിനെ ഇച്ഛകളിൽ നിന്ന് തടയുകയും ചെയ്തവനാരോ അവന്റെ സങ്കേതമാണെന്ത്, സ്വർഗം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെ ഇച്ഛകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. ധാരാളമായി മരണത്തെ ഓർക്കുകയും മരണാനന്തര ജീവിതത്തിന് ശേഷമുള്ള മരണത്തിന് ശേഷമുള്ള ആ ഒരു ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നല്ല ബുദ്ധിമാന്മാരിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. ഖേദത്തിന് ഇടവരുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. മരണം വന്നെത്തുന്ന സമയത്ത് അല്ലാഹു തആല പറയുന്നുണ്ട് അല്ലേ, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയും, ഖാല റബ്ബി ഇർജിഊൻ, ല്ലേ, എന്റെ റബ്ബേ എന്നെ ഒന്ന് തിരിച്ചയക്കല്ലാ, എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചയക്ക റബ്ബേ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ അവിടെ ഉപേക്ഷ വരുത്തിയ കാര്യങ്ങള് ഞാൻ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവനായേക്കാം റബ്ബേ, എന്നെ ഒന്ന് മടക്കിത്താ. ഈ ദുനിയാവിൽ വെച്ച് ആഖിറത്തിന് വേണ്ടി ഒരു അമലും ചെയ്യാതെ മരണപ്പെട്ടു പോയ ഒരാളുടെ വിലാപമാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. എന്നാ അല്ലാഹു തആല എന്താ പറയുന്നത്? കല്ല, ഒരിക്കലും ഇല്ല അല്ലെ. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് ഒരു വെറും വാക്കാണ്, അവൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒന്നിനും സാധിക്കൂല അവിടെ. പിന്നെ അവരെ ഉയർത്തെഴുന്നേൽപ്പ് നാളെ വരെ ഒരു മറയായിരിക്കും ഉണ്ടാകും. അവിശ്വാസികൾ മാത്രമല്ല, സൽക്കർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന സത്യവിശ്വാസികൾ വരെ മരണസമയത്ത് ഖേദിക്കേണ്ടി വരുമെന്ന് നമുക്ക് പല സന്ദർഭങ്ങളിലായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും ഇങ്ങനെ ഖേദിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ ഉന്നതമായ ആ ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. പരലോകം എന്ന വിഷയം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും പറയാനും ഉണ്ട്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു വാഗ്ദാനം ചെയ്ത, മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത, അള്ളാഹുവിനെ അനുസരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ സ്വർഗത്തിന്റെ അവകാശികളായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു സ്വർഗത്തോപ്പുകൾ. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. അവരതിൽ നിത്യവാസികളായിരിക്കും, അതിൽ നിന്ന് വിട്ടുമാറാൻ അവരാരും ആഗ്രഹിക്കുകയില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ഈ സ്വർഗത്തിന്റെ ഉടമകളായി തീരാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നാളേക്ക് വേണ്ടി നമ്മുടെ ഓരോ സെക്കൻഡുകളും, നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട ഓരോ സെക്കൻഡുകളും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ അമല സ്വാലിഹാത്തുകൾ കൊണ്ട് നിറക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. ഒരുപാട് സമയങ്ങൾ നമ്മളിൽ നിന്നും കൊഴിഞ്ഞുപോയി റബ്ബേ. ഞങ്ങൾക്ക് നൽകിയ ആയുസ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ നീ സഹായിക്കണേ നാഥ. നിന്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നന്മയിലായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ റഹ്മാനെ. നീ കരുണ ചൊരിയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും മാത്രമാണ് നാഥ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നീ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന സച്ചരിതരായ അടിയാറുകളിൽ ഞങ്ങളെ കൂടി നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. ഒരുപാട് അമല സാലിഹാത്തുകൾ ചെയ്യാനുള്ള നല്ല ആരോഗ്യം, നല്ല ആഫിയത്തും നല്ല ഉന്മേഷവും ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന്, വീരത്വത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് അതാ ഞങ്ങളെല്ലാവരും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ പൈശാചികതകളെ തൊട്ടും ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ വരും തലമുറകളെയും നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ പരലോകത്ത് നിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ റഹ്മാനായ റബ്ബേ നിന്റെ തിരുമുഖം ദർശിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ കഴിയുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാൻ. ഞങ്ങളുടെ കർമ്മങ്ങളിൽ ഒരുപാട് ന്യൂനതകളും പോരായ്മകളും ഉണ്ടാകും റഹ്മാനായ റബ്ബേ. അതെല്ലാം നികത്തിക്കൊണ്ട് ഞങ്ങളിൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരു കർമ്മം പോലും ഞങ്ങളിൽ നിന്ന് പാഴാക്കല്ലേ റഹ്മാനെ. നഷ്ടക്കാരിൽ ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ, ഞങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടോ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടോ ഞങ്ങളിൽ വന്നുപോയ ഒരുപാട് വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങൾ നാഥ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഇസ്ലാമായതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നാഥ നീ സഹായം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്കൊരു സമാധാനപൂർണമായ ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഏത് പ്രതിസന്ധിയിലും അവരുടെ ഈമാൻ ഉറച്ചതായി നിലനിൽക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇസ്ലാമിന് നീ ശക്തി പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇസ്ലാമിന് നീ ശക്തി നൽകി ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ നാഥ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.